ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം ബോയായിട്ട്? ആ അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല. വീട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വീട്, അങ്ങനെ. ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് ആ നോക്കുമ്പോഴെന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ, അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ? കുഞ്ഞിന് എന്നെ പറ്റി തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല. അത് മതി, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗ് ഇല്ല, താമ്പക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്, SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്. തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. ഓ, ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ഓടെ ഇവിടുത്തെ ആളുകൾക്ക് പോലീസിന് പേടിയില്ലാന്ന് തോന്നണടി. ചന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞേ. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോപ്പിച്ച്. നമ്മൾ മരിച്ച വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ? തോന്നു ഉപചൊന്നുണ്ട്. എന്നെ നോക്കിയേ. ആ കണ്ണി വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ, വരത്തില്ല. ചെല്ലു. മോളത് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയും പോയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് മക്കളെ. പത്രത്തിൽ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി കണ്ണു ശാന്ത, മറ്റു അടിച്ച് കന്യാൻ പൊട്ടിക്കും. പട്ടാപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയോ? ചന്ദ ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്തോ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങളൊക്കെ ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ, ആ വിട്ടത്തി കൊണ്ടിരിക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ? ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഇതൊക്കെ ഇവിടുത്തെ വേലക്കാരൻ മറ്റുമായിരിക്കും. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI സബ് ഇൻസ്പെക്ടർ. കരണ്ടുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ, വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ?
ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ. പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണാ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി, ആ അടിയോടി അനന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചന് എന്തായിരുന്നു അസുഖം? ഏതാ പ്രാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി കിടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി. ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഛോ, ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്. ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായി പോയി. മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല, ഒരു സുഹൃത്തായിരുന്നു. വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ്. അതെ, പ്രധാനമാണ്. വരും, നോക്കാതിരിക്കാം. വരട്ടെ. താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മിസ്റ്റർ കുര്യച്ചൻ, നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ. എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്? ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം. ബർമേലെ തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച. പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ചൻ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക. എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം. എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ ആർമിയിലായിരുന്നു, ജമ്മുവിൽ, കേണൽ മൽഹോത്ര റെജിമെന്റിൽ. പരമവീരേക്കരം നേടിയ മൽഹോത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 62-ലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു. വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ. വെടിയുണ്ടയേറ്റിട്ടല്ല, തണുപ്പ് കൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കുക. ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു. ശത്രുക്കൾക്ക് ബർമയുമായ എന്തോ രഹസ്യധാരണകൾ ഉണ്ടായിരുന്നു. അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു. എത്ര പേർ മരിച്ചു എന്നറിയില്ല. ബൻഷിറാമും ഗുരുബച്ചൻ സിംഗും. ബോധം വീണപ്പോ ഞാൻ ജയിലിലായിരുന്നു. ദിവസങ്ങൾ എത്രയായിരുന്നോ മാസങ്ങൾ എത്രയായിരുന്നോ ഒരു കണക്കുമില്ല. കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞത് പോലും 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുര്യച്ചനെ കാണിച്ചു തരാം. അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത്. ഇത് ആരുടെ ഫോട്ടോയാ മുത്തച്ഛ? നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, 1 മിനിറ്റ്. മൈ ഗുഡ്നസ്, അത് തന്നെ. ഓ,
ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇതാരാണെന്നറിയാവോ മിസ്റ്റർ കുര്യച്ചൻ? എന്റെ മകൻ, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു. ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ്. എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന പ്രതീക്ഷയോടെയാണ്. പക്ഷേ ദൈവം എന്നോട് കനിവ് കാണിച്ചില്ല. ഓ, കലക്കി അങ്കിൾ, കലക്കി. അങ്കിളല്ല, മുത്തശ്ശൻ. മുത്തച്ഛൻ. എല്ലാവരും ഞെട്ടിപ്പോയി. ആഹാ. പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നൂ. എന്ത് നാച്ചുറൽ ആക്ടിങ്. എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ കരയാൻ പറ്റി? അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നി. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ SI ഉണ്ടല്ലോ, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പ. ഇനിയുണ്ടല്ലോ അങ്കിൾ. അങ്കിൾ അല്ലെന്നേ, മുത്തച്ഛൻ. അതെ മുത്തച്ഛ, ഒന്നും നോക്കാനില്ല. ഇനി എല്ലാരെയും ഗെറ്റ് ഔട്ട് അടിച്ചാ മതി. അതെങ്ങനെ? വക്കീലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ, അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിയാ. മാത്രമല്ല പിടിച്ചിറക്കി വിട്ടാ പിന്നെയും തിരിച്ചു വരും. ഈ റബ്ബർ പന്ത് പോലെ. അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പ് കൂടെ വേകില്ലെന്ന്. ചോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല. തിരിച്ചു വന്നു. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूं. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूं. वो मेरे दिल में ही रहे. वो तुम्हारे को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूं. उसका आमने सामने किया हूं मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. चल चल. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ട് പിച്ചി പിച്ചി വേഷാലിനി നാദഗ്ര പെട്ടുക്കോവധു. ഇത് തെലുങ്ക്. இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலியே படிப்பேன், ஆனா உயிர் போனாலும் நினைக்க மாட்டேன். புரிஞ்சதா? இது தமிழ், ಇನಿ ಕನ್ನಡ. ನಿಮ್ಮ ನಾಟಕ ಏನು? ನನ್ನತ್ರ ಮಾಡಬೇಡ. ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ. പെണ്ണ് വരുമ്പോ
കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി. ആ മോള് വരൂ. അങ്കിള് കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാനില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീനൊക്കെയായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ. വാ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇതിൽ തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. തുപ്പൊന്നും വേണ്ട പൊന്നേ, എന്നാ വെച്ചാ? എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ പാവം. ഞാൻ മൂടി വെച്ചിട്ട് പോവാം. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ നിങ്ങൾ വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്താ ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ 2 മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി?